കുടിച്ചപ്പോൾ അത് തീർന്നു എന്നുള്ള പ്രതിവിധി ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് പനി ഉണ്ടായിട്ടില്ലേ? നിങ്ങളെ പാനഡോൾ കുടിച്ചപ്പോൾ തീർന്നു എന്നുള്ള പ്രതിവിധി ഉണ്ടായിട്ടില്ലേ? എന്താ ഉണ്ടാവാത്തത്? നിങ്ങൾ ഒച്ചടച്ചെന്നുള്ളത് ഉണ്ടായിട്ടില്ലേ? അപ്പൊ നിങ്ങൾ നല്ല കൽക്കണ്ട പൊടിച്ചു തന്നു എന്നുള്ളതും പ്രതിവിധിയായി അതുണ്ടായിട്ടില്ലേ? പരിഹാരം ഉണ്ടായിട്ടില്ലേ? പിന്നെന്താ? ആ കാലിന് കോച്ച് വലിക്കൽ കൊണ്ടായി അപ്പൊ ഒരാളെ കൊണ്ട് ഒഴിച്ചപ്പോ അത് തീർന്നു, അതും ഉണ്ടായിട്ടില്ലേ? എന്താ ഉണ്ടാവാത്തത്? ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിവിധി ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ അതിൽ വിഷമം എന്താ ഉള്ളത്? ഒരു പ്രതിവിധി എന്ന കാര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് സിഹർ പ്രതിവിധി ഇല്ലാത്തൊരു സംഗതിയല്ല. തീർച്ചയായും പ്രതിവിധിയാണ്. പ്രതിവിധി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ പ്രതിവിധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. പിന്നെ തവക്കുലിന് എവിടെയും ഒരു പ്രശ്നമുണ്ട്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കലല്ല. അള്ളാഹു നമുക്ക് മേൽ ഏർപ്പെടുത്തിയ കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കില്ല, അത് അള്ളാഹിനെ ആശ്രയിക്കില്ല. ഉദാഹരണം പറയാം, പനി വന്നു, അപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയി, അത് തവക്കുൽ തന്നെയാണ്. കാരണം അള്ളാഹു അത് നിശ്ചയിച്ച രീതിയാണ്. എന്ത്? പനി വന്നവർ ഒരു ആശുപത്രി പോവുക. ഒരാൾക്ക് അൾസർ ഉണ്ടായി, വേദന സഹിക്കാൻ കഴിയാതെ അപ്പോൾ ഓപ്പറേഷൻ ചെയ്തു, അത് അള്ളാഹിന്റെ നിശ്ചയം തന്നെയാണ്. അതിന്മേൽ ഡോക്ടർക്ക് ഇഹ്തിറാഹ് നൽകിയത് അള്ളാഹുവാണ്. അതൊരു രീതിയായി അതിന്റെ മേൽ സൗഖ്യം കൊണ്ടുവന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഓപ്പറേഷൻ ഒരാൾ ആശ്രയിക്കുന്നത് അള്ളാഹിനെ ആശ്രയിക്കൽ തന്നെയാണ്. പക്ഷെ തവക്കുലാണ്. ഞാൻ എന്തായി പോയി, ഒരു പേടിയും വേണ്ട. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. മുഅ്മിനീങ്ങളെ പ്രത്യേകത പറഞ്ഞതാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വഅലാ റബ്ബിഹിം യതവക്കലൂന അലാ റബ്ബിഹിം എന്നാ പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിന്റെ മേൽ മാത്രം തവക്കുലാക്കി നടക്കുക. അപ്പൊ തവക്കുലാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രശ്നം വരാമുണ്ട് മുസ്ലിമീങ്ങൾക്ക്. മുസ്ലിമീങ്ങൾ കരുത്തുറ്റ ഒരു സമൂഹമാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിൽ അവർ ബലമേൽപ്പിക്കും. അവരുടെ പ്രയാസങ്ങളൊക്കെ അതോടുകൂടെ പരിഹരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ കാണുന്നത് കേൾക്കുന്നത് മുഴുവനും സിഹറാണ് എന്നൊരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി ഉണ്ടായാലോ അതിന്റെ പേരിൽ നിങ്ങൾ വല്ലാതെ ഒരു അതിര് വിട്ടിട്ട് നമ്മൾ വിഷമിക്കുകയും വേണ്ട. അതിന് അതിൻ്റെതായ പരിഹാരമുണ്ട്. ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവും ഇല്ല എന്ന് ഒന്നാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിനുള്ള കരുത്താണ് ഈമാനിന്റെ കരുത്ത് എന്ന് നാം മനസ്സിലാക്കണം. സിഹറുണ്ട്, സിഹർ വാക്കിൽ പോലും ഉണ്ട്. إنه عن عبد الله بن عمر قال إنه قدم رجلان من المشرق فخطبا فعجب الناس لبيانهما. രണ്ടാളുകൾ മദീനയിൽ വന്നു, വല്ലാത്ത പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ പല ആളുകളും ആ പ്രസംഗത്തിൽ വീണുപോയി. അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇന്ന ഫിൽ ബയാനി ലസിഹറൻ, ചില വാക്കുകളിൽ മാരമുണ്ണമുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വിട്ടുപോകും ചില ആളുകൾ. എല്ലാം കൂടി കേൾക്കുകയും അതിലും സിഹർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഒരു ഇൽമ് കേൾക്കാൻ പോകണമെങ്കിലും ഉറപ്പുള്ള ആളുടെ ഇൽമെ കേൾക്കാവൂ ഇൽമിന്റെ ബാബിൽ ഷർത്തായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഒരു രീതി വല്ലാത്ത തെറ്റാണ്. എന്ത്? ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു തോന്നി, അവരോടൊന്നും ചില ആളുകളോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. എല്ലാവരെയും പിടിത്തം പറഞ്ഞാലും ഞാൻ ഉപദേശിക്കാറില്ല. കാരണം അവർ വലിയ കാര്യമായിട്ടാണ് കൊണ്ട് നടക്കുക. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, അത് ഫറോക്ക് എന്നാണോ ഇവിടെ നിന്ന് ഒരു ഓർമ്മയില്ല, ഒരാളിനോട് പറഞ്ഞു ഞാനെല്ലാം കേൾക്കാൻ പോകും, ഞാനെല്ലാം കേൾക്കും എന്ന് പറഞ്ഞു. അവന്റെ പേര് പിഡ്ഡി എന്നാണ്. എല്ലാം കേൾക്കുന്നവന്റെ പേര് പിഡ്ഡി എന്നാണ്. അങ്ങനെ കേൾക്കാൻ പാടില്ല. അത് അള്ളാന്റെ ദീൻ വിരോധിച്ച കാര്യമാണ്. അങ്ങനെ കേൾക്കാൻ പാടില്ല. കാരണം ഇന്ന ഫിൽ ബയാനി ലസിഹർ എന്ന. പിന്നെ ചില ആളുകളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനെല്ലാം കേൾക്കാൻ പോകും, ഞാൻ എല്ലാ പ്രസംഗം കേൾക്കും, ഞാൻ നിരീശ്വരവാദിയും കേൾക്കും, കമ്മ്യൂണിസ്റ്റിന്റെ കേൾക്കും, ലീഗിന്റെ കേൾക്കും, കോൺഗ്രസിന്റെ കേൾക്കും, പിന്നെ ഞാൻ മുജാഹിദും കേൾക്കും, സുന്നിയും തബ്ലീഗും ഖാദിയാനും ഒക്കെ ഞാൻ കേൾക്കും. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഒരു വഴിയില്ലേ? നീ ഒരു വഴി തെരഞ്ഞെടുത്തിട്ടില്ലേ? ആ വഴി ശരിയല്ലെങ്കിൽ ആ വഴിയെ കുറിച്ച് ശരിയായി ഉറപ്പിക്കണമല്ലോ. അത് ഉറപ്പന്നല്ലേ? ഇത് വളരെ മർമ്മപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹക്കായ കാര്യത്തിൽ എത്തിച്ചേർന്നു എന്ന് ഉറപ്പുള്ള നമ്മളൊക്കെ ഹക്കിന്റെ മേലിൽ തന്നെയാണ്. അതിൽ ഇനി സംശയം വേണ്ട. അള്ളാഹു നിലനിർത്തി തരട്ടെ.
അത് സംശയം തന്നെ വേണ്ട, അത് ഒരിക്കലും സംശയം വേണ്ട. ഇപ്പോൾ പകലാണ് എന്നത് ഉറപ്പായതുപോലെ ഇത് ഹക്കാണ് എന്നത് ഉറപ്പാണ്, ഇങ്ങനെ സംശയം വേണ്ട. കാരണം ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ, ഈ അഖീദയിലാണ് ഇമാം അബൂ ഹനീഫത്തുൽ നുഅ്മാൻ, ഈ അഖീദയിലാണ് മാലിക് ബിൻ അനസ്, ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ, ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി, ഈ അഖീദയിലാണ് ഇമാം റാഫിഈ, ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി, ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹ് ഇസ്മായിൽ ബുഖാരി, ഈ അഖീദയിലാണ് ബഹുമാനപ്പെട്ട അബൂ ഇസ തിർമിദി, ഈ അഖീദയിലാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇതേ അഖീദയിലാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഇതേ അഖീദയിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി, ഇതേ അഖീദയിലാണ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. ഒറ്റ അഖീദയാണ്. പിന്നെന്താ? അതേ അഖീദയിലാണ് നമ്മൾ. ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ പറ്റി ഒരു ഉറപ്പുണ്ടാവണം, ഞാൻ ഹക്കിന്റെ മേലാണ്, ഹക്കിന്റെ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷത്തെ പിൻപറ്റണമെന്ന് പുണ്യനബി. അത് ഉറപ്പല്ലേ? ഇനി എന്തിനാ പേടിക്കേണ്ട ആവശ്യം? മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷത്തെ നിങ്ങൾ പിൻപറ്റണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അയിമ്മത്താണെങ്കിലും ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷം നമ്മൾ ഈ പറഞ്ഞ അഖീദ പാലിച്ചവരാ. പിന്നെ തെറിച്ചു പോയ ചില ആളുകൾ ഏത് ചരിത്രത്തിലുണ്ട്. അത് നാദിറുൽ മഅദൂം, അപൂർവമായ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇല്ലാത്തതുപോലെയാണ്, അതിന് വില കൽപ്പിക്കരുത്, അങ്ങനെ നിയമം. നാദിറുൽ മഅദൂം എന്നുള്ള നിയമം. അപൂർവമായ ഒരു വാക്കൊരാൾ പറഞ്ഞാൽ, അതായത് ആരും പറയാത്തൊരു വാദം ഒരാൾ കൊണ്ടുവന്നാൽ അതിന് വിലയില്ല, അത് ഇല്ലാത്തതുപോലെ കണക്കാക്കണം. ഇവിടെ പറഞ്ഞല്ലോ, ചേകന് ഒരു ഖുർആൻ ഓടിയിട്ട് 3 വഖത്ത് നിസ്കരിക്കേണ്ടുള്ളൂ. നാദിറുൽ മഅദൂം അങ്ങനത്തെ ഒരു വാക്ക് ഇല്ലാത്തതുപോലെ തന്നെ കണക്കാക്കി, ഇല്ലാതാവും ചെയ്തു. അതിന് അത്ര വിലയുള്ളൂ, അതിനൊന്നും നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മൾ ഒരു സബീലിലാണ്, ആ സബീല് നമ്മൾ ഒന്നാമതായി ഉറപ്പിക്കണം. എന്നിട്ട് ആ സബീലിൽ ആവശ്യമായത് മാത്രം കേൾക്കണം. എന്തിനാണ് ആയുസ് വെറുതെ കളയുന്നത്? ഇത് നമ്മൾ അടുത്ത കാലം ഇതെന്താ പറയുന്നതെങ്കിൽ മുസ്ലിംമാർക്ക് പ്രസംഗിക്കാൻ ആളെ കിട്ടാത്തതായിട്ട് പറഞ്ഞതാണെന്ന് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പറയേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പല്ലേ ഒരു കാര്യം? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. 10 കൊല്ലമായി ഞാനിത് തുടങ്ങിയിട്ട് ഇന്ന് വരെ ആളില്ലാത്തതിന്റെ പേരിൽ നിർത്തേണ്ട ഒരു പരിപാടി പല ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഒപ്പിക്കോട് ഉണ്ടായിട്ടില്ല, പല വിഭാഗത്തിനുണ്ടായിട്ടുണ്ട്. 8ഉം 10ഉം ദിവസമുള്ള പരിപാടികളൊക്കെ തുടങ്ങി വെച്ചിട്ട് 3-ാം ദിവസം നിർത്തിപ്പോയ സംഭവങ്ങൾ ഈ പരിസരത്തൊക്കെ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഒപ്പിക്കോട് കൂടെ. ഇപ്പോഴത്തെ ഒരു കാര്യം നിങ്ങൾ നോക്കി, ഇത് അള്ളാന്റെ മത തന്നെയാണ്. ഇത് നിങ്ങളെല്ലാവരും ഇവിടെ എത്തി എന്നുള്ളത് അള്ളാന്റെ മതമാണ്. ഇക്കൊല്ലം നമ്മൾ ഈ പരിപാടിയുടെ അനൗൺസ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നേരം വൈകിപ്പോയി. ഒന്നാമതായി ഈ കൊല്ലം ഇത് തന്നെ നമ്മൾ ഈ സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എല്ലാം നേരം വൈകിപ്പോയി. പല ജാതി കാര്യങ്ങളും തണുപ്പും ഒക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരം വൈകി. അവസാനം നോമ്പിന്റെ 2 ദിവസം മുമ്പാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയില്ല. അള്ളാന്റെ ഒരു മദദും സഹായമല്ലേ, നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയണില്ലേ? അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഉറപ്പിച്ചോളൂ, ഇത് ഇലാഹിന്റെ മദദ് തന്നെയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നാടാകെ പോസ്റ്റർ ഒട്ടിച്ച് അനൗൺസ് ചെയ്ത് വലിയ വലിയ ഉഷാറുള്ള ഫ്ലെക്സ് ബോർഡുകൾ തൂക്കിയിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്, സമ്മേളനത്തിന്റെ കൊല്ലം മുമ്പ്, കൊല്ലം മുമ്പ് തന്നെ പ്രചാരണം നടത്തിയിട്ട് ഇല്ലാത്ത സമ്മേളനങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഇതല്ലാന്റെ മദദല്ലേ? അപ്പൊ നിങ്ങൾ ഹക്കിന്റെ മേലാന്നുള്ള കാര്യം ഉറപ്പല്ലേ? അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കാതിരിക്കുക. നമുക്കൊരു വഴിയുണ്ട്, ആ വഴിയെ ആശ്രയിക്കുക. അവിടെ നമ്മൾ കേൾക്കുക, എല്ലാം കേൾക്കാതിരിക്കുക. എല്ലാം കേട്ട മനുഷ്യൻ കാഫിറാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറപ്പ്, എല്ലാം കേട്ട മനുഷ്യൻ കാഫിറാവും. ഉറപ്പ്, സംശയം വേണ്ട. ഉറപ്പ്, യാതൊരു സംശയവും ആ കാര്യത്തിനില്ല. അതിലൊക്കെ ചില ബയാനിൽ സിഹർ, അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ബയാനിൽ വരെ സിഹർ ഉണ്ടാവും. ബയാനിലൂടെ നല്ല കണ്ണിലൂടെയും മൂക്കിലൂടെയും നേരെ ശൈത്താൻ അത് തലച്ചോറിലാണ് കൊണ്ടുപോകും. ബയാനിൽ സിഹർ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ബയാനും കേൾക്കരുത്. ചില ബയാൻ ശൈത്താനെ ഉപകരിക്കുകയുള്ളൂ. ഒരാള് ഒരു വിജ്ഞാനം പറയുന്നുണ്ടെങ്കിൽ അയാളെ പറ്റി നീ അന്വേഷിക്കണം. ഇൻകാന സ്വാഹിബ ബിദ്അത്തിൻ ഫലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ. ഒരാളൊരു വിജ്ഞാനം പറയുന്നുണ്ടെങ്കിൽ ആ വിജ്ഞാനത്തെ പറ്റി നീ അന്വേഷിക്കണം. അയാൾ ആരെന്ന് അന്വേഷിക്കണം. അയാൾ ഒരു ബിദ്അത്തുകാരനാണെങ്കിൽ ഫലാ തജ്ലിസ് ഇലൈഹി, അയാളടുത്ത് നീ ഇരുന്നു കൊടുക്കരുത്. ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്താൻ, ശൈത്താന്റെ നാവ് കൊണ്ടല്ലാതെ അയാൾ സംസാരിക്കുകയില്ല. അതൊരു സിഹറാ. ഒരു ബിദ്അത്തുകാരൻ ഇങ്ങനെ വാദോരാതെ പറയാ, അതൊരു സിഹറാ. അതിലേക്ക് ആളുകൾ അടിച്ചങ്ങോട്ട് കയറും. അത് ഉറപ്പല്ലേ?
അതുകൊണ്ട് ഇതിന്റെ സബീലിൽ ഇലാഹിയായ മദദ് അല്ലാതെ വരില്ല. ഇലാഹിയായ മദദ് എന്ന പരീക്ഷണത്തിന് ശേഷമല്ലാതെ ഇലാഹിയായ മദദ് ഉണ്ടാവില്ല. ഈസിയായ സഹായം ഉണ്ടെങ്കിൽ അത് ശൈത്താന്റെ സഹായം പഠിച്ച നമ്മളെ കാക്കട്ടെ. അതാണ് പ്രശ്നം. ഇബ്തിലാഇന്റെ സഹായം മാത്രമേ അള്ളാഹിന്റെ സഹായത്തുണ്ടാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് ചുട്ടിട്ട് ഇറച്ചി കരിഞ്ഞിട്ട് എല്ല് പ്രത്യക്ഷമായിട്ടും ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്തില്ല എന്ന് പറഞ്ഞു. നബിയെ ഒന്ന് ദ്വാരക്കെന്ന് പറഞ്ഞപ്പോൾ വലാകിന്നകും തസ്തഅജിലൂന, ധൃതി പിടിക്കരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ, മക്കയിലെ അടിമയായിരുന്നു ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു. ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഖുറൈശികള് തീയുണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ടവരെ തീയിലിട്ട് അങ്ങോട്ട് ചുട്ടു. ഇങ്ങനെ കയ്യും കാലും കൂട്ടിപ്പിടിച്ചിട്ട് പോറങ്ങോട്ട് ചുട്ടു. പോരിഞ്ഞ് തീ കിടന്ന് തീയിലിട്ട് ചുട്ടുക. എന്നിട്ട് അദ്ദേഹം ബോധരഹിതനായപ്പോ അവര് തീക്കുണ്ടത്തിന്റെ പരിസരത്തിട്ടിട്ട് മടങ്ങിപ്പോയി. മൃതപ്രായം ഇവിടെ കിടന്ന് ചത്തോളം വിചാരിച്ച് അങ്ങനെ പോയി അവര്. പിന്നെ